നമസ്കാരം. പ്രകൃതി പ്ലാൻസിലേക്ക് സ്വാഗതം. മരങ്ങൾ സംസാരിക്കുന്നു. മനുഷ്യൻ കേൾക്കാൻ തയ്യാറായാൽ മാത്രം. ഒരു മരമാണ് നമ്മെ വിളിക്കുന്നത്. അതിൻ്റെ കയ്പിൻ്റെ കടുപ്പത്തിലൂടെ, അതിൻ്റെ പുളിയിലൂടെ, അതിൻ്റെ ഓർമ്മയിലൂടെ. അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇരുമ്പൻ പുളി, ചില നാടുകളിൽ പിലിമ്പി എന്നും അറിയപ്പെടുന്നു. ഒരു മരത്തിൻ്റെ കഥയല്ല, ഒരു ദേശത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു ഔഷധശാസ്ത്രത്തിൻ്റെ, ഒരു പ്രകൃതിയോടുള്ള ബന്ധത്തിൻ്റെ ഒരു ജീവിത പാഠമാണ്. നമ്മുടെ കാടുകളിൽ നിന്നും പിറന്ന ഒരു പച്ചരത്നം. പ്രകൃതിയുടെ അടയാളമാണ് മരങ്ങൾ. അവയുടെ ഊർജവും ഓർമ്മയും തലമുറയിലേക്ക് കടന്നു പോകുന്ന കഥകളും നമുക്ക് വിളിച്ചോതുന്നു. ഇരുമ്പൻ പുളിയുടെ മറ്റൊരു വശം അതിൻ്റെ പരിസ്ഥിതി പങ്കാണ്. ഇത് കാടുകളുടെ സംരക്ഷണത്തിന് സഹായിക്കുന്നു. മരങ്ങൾ കുറവാണ്. വ്യാവസായിക വളർച്ചയുടെ ഭാഗമായി നമുക്ക് പഴമയുടെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു. നാമാവശേഷം തുടരുന്ന മരങ്ങളാണ് ഇന്നത്തെ ഇരുമ്പൻ പുളികൾ. നമുക്ക് ചിന്തിക്കേണ്ട സമയമാണിത്. ഈ മരത്തെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ? സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് മാത്രം കഴിയില്ല. സമൂഹം മുഴുവൻ അതിലേക്ക് നോക്കണം. പഠനം, പരിപാലനം, പ്രചരണം, അതാണ് അതിന് പരിഹാരം. മാത്രമല്ല, ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് വീണ്ടും പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോകലിൻ്റെ ആവശ്യം മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യം, ഭക്ഷണം, സംസ്കാരം എല്ലാം തന്നെ ആശ്രയിച്ചിട്ടുള്ളതാണ്. പുതിയ തലമുറയ്ക്ക് ഈ മരങ്ങളെക്കുറിച്ച് അറിയണം. അതിനെപ്പറ്റി പഠിക്കണം, ശേഖരിക്കണം, വളർത്തണം. ഇരുമ്പൻ പുളി ഒരു പച്ചപ്പിൻ്റെ പ്രതീകമാണ്. ഔഷധ ഗുണങ്ങളുടെയും നാട്ടുജീവിതത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓർമ്മയാകുന്നു. ഇതിനെ സംരക്ഷിക്കുക. നന്ദി.